നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഇനിയും ഒരു മാസം കാക്കണം ആ ആധാരം നമ്മുടെ കയ്യിൽ വരാൻ. എന്നാണ് പ്രഭാവതി തമ്പുരാട്ടി മൊഴിഞ്ഞിരിക്കുന്നത്. നടക്കോന്നൊന്നും എനിക്കറിയില്ല. ഒരു 50-50 ചാൻസാ. ചിലപ്പോ നടക്കാം, നടക്കാതിരിക്കാം. നടക്കാനാ സാധ്യത കൂടുതൽ. കാശുകാരാണെന്ന് ഭാവിക്കാൻ ആരെ കൊന്നിട്ടായാലും അവരാ പണം ഉണ്ടാക്കും. തന്നെയല്ല, പണയം വിടുവിച്ചാലുടൻ ആ സ്ഥലം ശരത്തിന്റെ പേർക്ക് എഴുതി കൊടുക്കാന്നാണല്ലോ മുത്തശ്ശിയുടെ ഓഫർ. അതൊരു ലാഭക്കച്ചവടമാണല്ലോ. ലാഭം കിട്ടുന്ന ഒരു ഏർപ്പാടിനും അവരെതിര് നിൽക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ ആധാരം കിട്ടുമല്ലോ അല്ലേ? കിട്ടുമെന്നേ. അതെ, ആധാരം കിട്ടിക്കഴിഞ്ഞാലേ പിന്നെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതും കൂടെ പ്ലാൻ ചെയ്യണ്ടേ? എല്ലാം നേരത്തെ തീരുമാനിച്ചു വെക്കുന്നതല്ലേ നല്ലത്? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ നടന്നാൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലാവും. നമ്മള് ശരത്തിനെയും അവന്റെ അമ്മയും പറ്റിച്ചോ എന്നുള്ള തോന്നല് ഒരിക്കലും അവനുണ്ടാവരുത്. അല്ലാത്ത രീതിയിൽ വേണം എന്തും ചെയ്യാൻ. ചേച്ചി പറ, എന്താ പ്ലാൻ? എങ്ങനെയുണ്ട്? ഉഗ്ര. ഇത് മതി. ഇതിലേ ആ ശരത്ത് വീഴും. ഹലോ തങ്കച്ചി, വെറുതെ വിളിച്ചതാ, വിശേഷം അറിയാൻ. നീ നിന്റെ പ്രതികാരമൊക്കെ അവസാനിപ്പിച്ചോ? പ്രതികാരം അവസാനിപ്പിച്ചിട്ടില്ല, പക്ഷെ വഴക്ക് അവസാനിപ്പിച്ചു. എന്നിട്ട്